മോൻ ഉറങ്ങി? കാണാൻ വയ്യേ, ഉറങ്ങി. ഡീ, എനിക്ക് അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, നീയും കൂടി എന്തിനാടി ഈ വഴക്കുണ്ടാക്കുന്നത്? പിന്നല്ലാതെ ഈ കുണുകുണാന്ന് പറയുന്നത് എത്രയെന്നും പറഞ്ഞോണ്ട് ഒരു മനുഷ്യൻ കേട്ടോണ്ടിരിക്കുന്നത്. എടി പെണ്ണെ, നിനക്കത് മൈൻഡ് ചെയ്തിരുന്നാ പോരെ? വല്ലപ്പോഴും ഇല്ലേ അവൾ ഇങ്ങോട്ട് വരുന്നത്? ആ സമയത്താണോ ഈ കിടന്ന് ഈ വഴക്കുണ്ടാക്കുന്നത്? അയ്യോ, നിങ്ങളുടെ പുന്നാര പെങ്ങൾ ഇങ്ങോട്ട് വരുന്ന തന്നെ വഴക്കുണ്ടാക്കാനാ. അവളുടെ തല കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തള്ളക്ക് എന്നെ കണ്ടും കൂടാ. തുടങ്ങത്തില്ല എന്റെ തല തിന്നാനായിട്ടങ്ങ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് സമാധാനം വേണമെങ്കിലേ അവളോട് പറ, ഇനി മേലെ ഈ വീട്ടിൽ വന്നേക്കരുതെന്ന്. അല്ല പിന്നെ എടി, ഞാൻ ഇങ്ങനെ അങ്ങനെ പറയുന്നത് ഒന്നുമില്ല. അവളെന്റെ പെങ്ങളല്ലേ, അവള് ജനിച്ചു വളർന്ന വീടല്ലേ ഇത്. അയ്യോ, നിങ്ങൾക്ക് മാത്രമേ കാണത്തുള്ളൂ ഇങ്ങനൊരു പെങ്ങൾ. ഇപ്പൊ എന്താണോ പറഞ്ഞോണ്ട് വരുന്നത്? ഇവരുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ച് ഒരടിമയെ പോലെ ഞാനങ്ങ് ജീവിക്കണം എന്നായിരിക്കും. അതിനെ വേറെ ആളിനെ നോക്ക്. എടി, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. നീ അടിമയൊന്നും ആവണ്ട, ഉടമയായിക്കോ. പക്ഷെ വഴക്കുണ്ടാക്കരുത്. എന്തുമാത്രം പ്രശ്നങ്ങൾ സഹിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അറിയും. സൈറ്റിലെ പ്രശ്നം, കടം കൊടുക്കാനുള്ളവരുടെ പ്രശ്നം, ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച ഈ വീട്ടിലോട്ട് കയറി വരുന്നത്. ഇവിടെ വരുമ്പോഴോ അതിനെ കൈപ്പോരും. എടി, ചാവാൻ വരെ ഞാൻ ആലോചിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പ്ലീസ്, കുറച്ച് സ്വസ്ഥമെങ്കിലും എനിക്കതാ. അയ്യോ, ഞാൻ ആരുടെ സ്വസ്ഥത കളയുന്നില്ല എന്റെ പൊന്നെ. മാറങ്ങോട്ട്, ഞാൻ കിടക്കട്ടെ. ഡീ, ഞാൻ വിട്ടുകളാ, വിഷമിക്കണ്ട. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ഈ വീട് വെച്ചിട്ട് കുറെ വർഷമായില്ലേ, പക്ഷെ ഇതുവരെ അതിന്റെ ഒരു പെയിന്റിങ്ങോ ടൈലോ ഒന്നും ഇടാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. നാട്ടുകാർ പലരും പറയുന്നുണ്ട് അവന് പണിയുണ്ട്, കാശുണ്ട്, എന്നിട്ടും ആ വീട് വൃത്തിയാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമുക്ക് ഈ വീടൊന്ന് പെയിന്റ് ചെയ്ത് ടൈലൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? അത് കൊള്ളാം. കൊള്ളാവോ? അപ്പോഴേ നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും. എടി, നിന്റെ ഒരു മാലയോ ഒരു വളയോ ഏതെങ്കിലും 2 ഐറ്റം അതൊന്ന് പണയം വെച്ചാൽ പൈസ എടുത്തിട്ട് നമുക്ക് ഇതൊന്നും മെനയാക്കി എടുക്കാം. എന്ത് പറയുന്നു? അടിപൊളിയാ, ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ എന്റെ ഒരു മാലയും വളയും കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നിനും ഒരുങ്ങണ്ട. ഗീതെ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് നോക്കി, ആ ചന്ദ്രൻ ചേട്ടൻ നമുക്ക് തരാനുള്ള പൈസ തന്നു കഴിയുമ്പോൾ അത് അന്നേരേ ഞാൻ ആ പണം എടുത്തു തരാം. എന്നിട്ട് വേണം നിങ്ങളുടെ പെങ്ങൾക്ക് ഇതും കൂടെ കൊണ്ടങ്ങ് കൊണ്ടുപോകാനായിട്ട്. അതെങ്ങനെയാടി അവള് കൊണ്ടുപോകുന്നത്? അവൾക്ക് കൊടുക്കാനുള്ള ഞാനോട് കൂടെയല്ലേ കൊടുത്തെല്ലാം വിട്ടത്.